ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. നമ്മൾ ഹദീസ് ക്ലാസ്സാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം നിയ്യത്ത് എന്ന വിഷയത്തെക്കുറിച്ചാണ്. അതിൽ നമ്മൾ ഒരു ഹദീസിൻ്റെ ബാക്കിയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഹദീസിൻ്റെ കുറച്ച് ഭാഗം നമ്മൾ പറഞ്ഞു. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് വ ഇന്നമാ ലിക്കുല്ലി ഇംറിഇൻ മാ നവaa. ഓരോ മനുഷ്യനും അവൻ എന്താണോ കരുതിയത് മാത്രമേ ഉണ്ടാവൂ എന്നുള്ളതാണ്. ഒരേ പ്രവർത്തനമാണെങ്കിലും ആ നിയ്യത്ത് കൊണ്ടാണ് അത് അങ്ങോട്ട് വേർപെടുന്നത്. ഇതിന് പറയാൻ കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു സഹാബി ഹജ്ജ് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ചെയ്യാൻ ഉദ്ദേശിച്ചു. അപ്പോൾ റസൂൽ ചോദിച്ച്, ആദ്യം ആ സഹാബി ഉദ്ദേശിച്ചത് വേറൊരാൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ റസൂൽ ചോദിച്ചാൽ നീ സ്വന്തം ഹജ്ജ് ചെയ്തിട്ടുണ്ടോ ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? ആദ്യം നീ എന്ത് ചെയ്യണം? നിനക്ക് വേണ്ടി ഹജ്ജ് ചെയ്യണം. അങ്ങനെ സ്വന്തം. അപ്പോൾ ആ രണ്ട് ഒരേ പ്രവർത്തനം. പക്ഷെ എന്താണ്? നിയ്യത്ത് കൊണ്ടാണ് അവിടെ സ്വന്തമാണ്, അന്യൻ്റെ അന്ന് എന്ത് ചെയ്യണം? അവിടെ വേർതിരിയണം. ബാക്കിയൊക്കെ ഒരേപോലെയാണല്ലോ. ഇനി ഹദീസിൻ്റെ ബാക്കി കാണാം. ഫമൻ കാനത്ത് ഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി. അപ്പോൾ ഒരുത്തൻ്റെ ഹിജ്റ അള്ളാഹുവിലേക്കും അവൻ്റെ റസൂലിലേക്കുമാണെങ്കിൽ, അള്ളാഹുവിലേക്കും റസൂലിലേക്ക് എങ്ങനെ ഹിജ്റ പോവുക? ഹിജ്റത്തു ഇലല്ലാഹി വറസൂലി. അതിൻ്റെ അപ്പുറത്ത് പിന്നെ പറയുന്നുണ്ട്, ആ ഷർത്തിൻ്റെ ജവാബായി പറയുന്നുണ്ട് അവൻ്റെ ഹിജ്റ അള്ളാഹുവിലേക്കും റസൂലിലേക്കുമാണ് എന്നാണ്. പക്ഷെ ആ രണ്ട് പ്രയോഗത്തിനും രണ്ടർത്ഥമാണ്. ഫമൻ കാനത്ത് ഹിജ്റത്തു ഇലല്ലാഹി വറസൂലി. അവിടെ ഒരർത്ഥമാണ് ഫഹിജ്റത്തു ഇലല്ലാഹി വറസൂലി എന്നുള്ളത്. രണ്ടും ഒരേ പദമാണ്, പക്ഷെ വ്യത്യസ്ത അർത്ഥം. ഹിജ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിജ്റ എന്ന് വെച്ചാൽ തെർക്കുന്ന, ഉപേക്ഷിക്കുക എന്നുള്ള അർത്ഥം, വെടിയുക എന്നുള്ളതാണ്. ശരീഅത്തിൽ ഹിജ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിശ്വാസത്തിൻ്റെ നാട് വിട്ടുകൊണ്ട് വിശ്വാസത്തിൻ്റെ നാട്ടിലേക്ക് എന്ത് ചെയ്യുക? ഫിത്തന ഭയപ്പെട്ടുകൊണ്ട്, അതായത് അവിശ്വാസത്തിൻ്റെ നാട്ടിൽ നിൽക്കാൻ നമുക്ക് എന്ത് ചെയ്യൂല? മുസ്ലിമായി ദീനിയായി നമ്മുടെ വിശ്വാസങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് നിൽക്കാൻ ബുദ്ധിമുട്ടുള്ള സമയത്ത് എന്ത് ചെയ്യാം? ആ ഒരു ഫിത്തന നാശം ഭയപ്പെട്ടുകൊണ്ട് സുരക്ഷിതമായ ഇസ്ലാമിൻ്റെ നാട്ടിലേക്ക് എന്ത് ചെയ്യാം? പാലായനം ചെയ്യുന്നതിനാണ് ശരിക്കും ശരീഅത്തിൽ ഏത് പറയുന്നത്? ഹിജ്റ എന്ന് പറയുന്നത്. ഭാഷയിൽ തെറുക്കുന്ന, ഉപേക്ഷിക്കുന്ന എന്നാണ് ഹജറാറിനെ വെടിയാന്ന്. ശരീഅത്തിൽ എന്താണ്? ശരീഅത്തിൽ വിശ്വാസം സംരക്ഷിക്കാൻ കഴിയാത്തതുകൊണ്ട് അപ്പം നമ്മൾ മനസ്സിലാക്കണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് ഇവിടെ വിശദീകരിച്ച് വരാണ്ട് കേട്ടോ. നമുക്ക് ഈ നിയ്യത്തിൻ്റെ അധ്യായത്തിൽ തന്നെ ഒരു ഹദീസ് പറയുന്നുണ്ട്. പക്ഷേ ഡീറ്റെയിൽസിനെ അവിടെ പറയും ലാ ഹിജ്റത ബഅദൽ ഫത്ഹി എന്ന് കാണാം. ഫത്തഹിൻ്റെ ശേഷം എന്തില്ല? ഹിജ്റ ഇല്ല. ഫത്തഹ് എന്ന് ഉദ്ദേശിക്കുന്നത് ഏത് ഫത്ത്? മക്കം ഫത്ത്. മക്കം ഫത്തിൻ്റെ ശേഷം ഹിജ്റ ഉണ്ടോ? ഇല്ല, ഹിജ്റ ഉണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫത്തിൻ്റെ ശേഷം ഹിജ്റ ഇല്ല എന്ന് പറയാൻ കാരണം? മക്കയിൽ നിന്ന് മദീനയിലേക്ക് പിന്നെന്തില്ല? മക്കം ഫത്തിൻ്റെ ശേഷം ഹിജ്റ ഇല്ല. കാരണം മക്കയിൽ നിന്ന് ഇനി ഒരു ഹിജ്റ പോകേണ്ട ആവശ്യമില്ല. കാരണം മക്ക എന്താണ്? ദാറുൽ ഇസ്ലാമാണ്, ഇസ്ലാമിക നാടായതുകൊണ്ട് എന്തില്ല? മക്കയിൽ നിന്ന് പിന്നെ എവിടേക്കും പാരായണം ചെയ്യേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ ഒരു കാലത്തും ഇനി മക്കയിൽ നിന്ന് ഒരാൾക്ക് ഹിജ്റ പോകേണ്ട ആവശ്യം ഉണ്ടാവില്ല എന്നും അതിനർത്ഥമുണ്ട്. സുഹൃത്ത് പറഞ്ഞു, നിങ്ങൾ അതൊരു മോചിതത്താണ് ശരിക്കും അവിടെ, അല്ലേ? കാരണം എന്താ? ലാ ഹിജ്റത്ത് ബഅദൽ ഫത്ഹി എന്ന മക്കം ഫത്തിൻ്റെ ശേഷം ഹിജ്റ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കയിൽ നിന്ന് എന്തില്ല? ദീൻ ഭയപ്പെട്ടുകൊണ്ട് ഒരാൾക്ക് ഹിജ്റ പോകേണ്ട അവസ്ഥ ഉണ്ടാവില്ല. ഏത് കാലത്തും ഇസ്ലാമിക ശരീഅത്ത് ഉൾക്കൊണ്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു നാടായിട്ട് ഏത് മാറും? മക്ക മാറും. അവസാനം ദീന് മക്കയിലേക്കും മദീനയിലേക്കും എന്ത് ചെയ്യും? ചുരുങ്ങും. അങ്ങനെയൊക്കെ നമുക്കറിയാലോ. അതേ സമയത്ത് ഒരാൾ
ഒരു നാട്ടിൽ നിൽക്കുകയാണ്. ആ നാട്ടിൽ നിൽക്കുമ്പോൾ എന്താണ്, അയാൾക്ക് വിശ്വാസിയായിട്ട് ആ നാട്ടിൽ തീരെ നിൽക്കാൻ എന്തുണ്ട്, ഒരു നിലക്കും കഴിയണില്ല. അപ്പം എന്ത് ചെയ്യണം, പിന്നെ വിശ്വാസം ഉൾക്കൊണ്ട് ജീവിക്കാൻ പറ്റുന്ന നാട്ടിലേക്ക് അയാൾ എന്ത് ചെയ്യണം, അയാൾ പാരായണം ചെയ്യൽ അയാൾക്ക് എന്താണ് നിർബന്ധമാണെന്നോ. സ്വന്തം വിശ്വാസം ആദർശങ്ങൾ പാലിച്ചുകൊണ്ട് ഒരു നാട്ടിൽ നിൽക്കാൻ അയാൾക്ക് കഴിയില്ലെങ്കിൽ എന്ത് ചെയ്യണം, വിശ്വാസം പാലിക്കാൻ പറ്റുന്ന നാട്ടിലേക്ക് പോകണമെന്നോ. അത് സ്ത്രീ ആണെങ്കിലും ശരി, സ്ത്രീ പറഞ്ഞാൽ അവൾക്ക് മഹറമില്ലെങ്കിലും ശരിയെന്നോ അവൾക്കും നിർബന്ധമാണ്. അതേസമയത്ത് അവൾ പോകുന്ന വഴി സുരക്ഷിതമാണെങ്കിലാണ് നിർബന്ധം. അവിടെ ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട്, അവൾ നിൽക്കുന്ന നാടിനേക്കാൾ സുരക്ഷിതമാണ് വഴിയെങ്കിൽ അവൾക്ക് പോകാനാണ് എന്ത് നിർബന്ധം എന്നോ. അപ്പം ശരീരത്തിൽ ഹിജ്റ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ജിഹാദും വനീയത്തുണ്ട്, അത് വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ് പറഞ്ഞു. അപ്പോൾ അതാണ് ഹക്കീക്കത്തിൽ ഹിജ്റ എന്ന് പറഞ്ഞാൽ എന്താ. അപ്പം ഭാഷയിൽ ഹിജ്റനെ വെടിയുക, ഉപേക്ഷിക്കുക എന്നാണ്. ശരീഅത്തിൽ ഹിജ്റ പറഞ്ഞാൽ അങ്ങനെയാണ്. ഹക്കീക്കത്തിൽ ഹിജ്റ എന്ന് പറഞ്ഞാൽ എന്താ, ആ ഹിജ്റ നമുക്കൊക്കെ ബാധകമാണ്. ആ ഹിജ്റ എപ്പോഴും ഉണ്ട്. എന്താ, അള്ളാഹു താല വെറുക്കുന്ന വിഷയത്തിൽ നിന്ന് മാറി അള്ളാഹു താല ഇഷ്ടപ്പെടുന്ന വിഷയത്തിലേക്ക് എന്ത് ചെയ്യുക, പാലായനം ചെയ്യുക. അത് ഹിജ്റയാണ്. അൽ മുഹാജിറു മൻ ഹജറ മാ നഹല്ലാഹു അൻഹു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. യഥാർത്ഥ മുഹാജിർ ആരാണ്? അള്ളാഹു താല വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് പാലായനം ചെയ്യുന്നവൻ, അത് വിട്ടു നിൽക്കുന്നവൻ. അപ്പോൾ നമുക്കൊക്കെ എപ്പോഴും മുഹാജിറാകാം. നമ്മളെപ്പോഴാണ് മുഹാജിറാവുക? നമ്മൾ എന്ത് സംഗതിയാണോ, ഏത് കൂട്ടുകെട്ടാണോ, അല്ലെങ്കിൽ ഏത് സാഹചര്യമാണോ, ആ സാഹചര്യത്തിൽപ്പെട്ടാൽ ഞാൻ എന്ത് ചെയ്യും, അപകടത്തിലാവും എന്ന് ബോധ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ അപകടത്തിൽ നിന്ന്, ആ സാഹചര്യത്തിൽ എന്ത് ചെയ്യുക, നമ്മൾ മാറി നിൽക്കുക. അപ്പം നമ്മൾ ആരായി? നമ്മളും മുഹാജിറായി. അപ്പോൾ ഹിജ്റത്തു ഇലല്ലാഹി വ റസൂലി, അള്ളാഹുവിലേക്കും അവൻ്റെ റസൂലിലേക്കുമാണ് അവൻ്റെ ഹിജ്റ എന്നാണ് പറയുന്നത്. അതുപോലെ ഒരാളുടെ ഹിജ്റ അള്ളാഹുവിലേക്കും അവൻ്റെ റസൂലിലേക്കുമായാൽ, അള്ളാഹുവിലേക്ക് റസൂലിലേക്ക് എങ്ങനെയാണ് ഹിജ്റ പോവുക? ഒരാൾ പാലായനം ചെയ്യുന്നതും തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കണം അള്ളാഹുവിൻ്റെ തൃപ്തിയും പ്രവാചകന്റെ തൃപ്തിയും കിട്ടാനാണെങ്കിൽ, അള്ളാഹുവിലേക്ക് നമ്മളെങ്ങനെ ഹിജ്റ പോവുക? അള്ളാഹുവിൻ്റെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ട്, പ്രവാചകൻ എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ട് നമ്മൾ ഹിജ്റ പോവുകയാണെങ്കിൽ ഫഹിജ്റത്തുഹു ഇലല്ലാഹി വ റസൂലിഹി, അപ്പോൾ എൻ്റെ ഹിജ്റ അള്ളാഹുവിലേക്കും റസൂലിലേക്കുമാണ്. അപ്പോൾ അവിടെ അർത്ഥം എന്താ? അവൻക്ക് അള്ളാഹുവിൽ നിന്ന് എന്തുണ്ട്, അർഹമായ പ്രതിഫലവും കൂലിയും കിട്ടും, പ്രവാചകന്റെ സംതൃപ്തിയും എന്ത് ചെയ്യും, അവർക്ക് ഉണ്ടാവും എന്നർത്ഥം. എന്നിട്ട് പറയണ ഹദീസ് പറയാണ്, വമൻ കാനത്ത് ഹിജ്റത്തുഹു ലിദുനിയ, ഒരുത്തൻ്റെ ഹിജ്റയായാൽ ലിദുനിയ, ദുനിയാവിന് വേണ്ടി ആയാൽ. ദുനിയാവ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് അർത്ഥം? നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, ദുനിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ധനാറിന് ശരിക്കും എന്താ? അടുക്കുക എന്നുള്ള അർത്ഥം. ഈ ലോകം ആഖിറവുമായി വളരെ അടുത്താണ്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, ഈ ലോകത്തിന് ദുന്യാവ് എന്ന് പേര് പറയാനുള്ള, ദുന്യ എന്ന് പറയാനുള്ള കാരണം. ഈ സാധനം എന്താണ്? നമ്മൾ ജീവിക്കുന്ന ലോകം വളരെ അടുത്താണ്. ഏതുമായിട്ട്? ആഖിറവുമായി. അതുകൊണ്ട് അടുത്ത് എന്നർത്ഥമാണ് അതിനുള്ളത്. യുസീബുഹ, അതിനെ നേടാൻ വേണ്ടിയാണ് ഒരുത്തൻ്റെ ഹിജ്റ എങ്കിൽ. അവ ഇമ്രായത്തിൻ, അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് വേണ്ടിയാണെങ്കിൽ, എൻകിഹ, ആ സ്ത്രീയെ നിക്കാഹ് കഴിക്കാനാണെങ്കിൽ. ശരിക്കും ദുനിയാവ് പറഞ്ഞാൽ പിന്നെ അവിടെ സ്ത്രീയെ പറയേണ്ട ആവശ്യം ഉണ്ടോ? ഇല്ലല്ലോ. പിന്നെന്തിനാ ദുനിയാവ് പറഞ്ഞ? ദുനിയാവിൽപ്പെട്ട ഒരു സാധനം തന്നെയല്ലേ ഏത്? സ്ത്രീ. പിന്നെന്തിനാ ദുനിയാവിൻ്റെ കൂട്ടത്തിൽ പിന്നെ എന്ത് പറയുന്നത്? സ്ത്രീയെ എടുത്ത് പറയാൻ കാരണം, ഒരാൾ ദുനിയാവിന് വേണ്ടിയാണ് ഹിജ്റ പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാനാണ് ഹിജ്റ പോകുന്നത് എങ്കിൽ, എന്ന് നിമിത്തങ്ങളെ ദുനിയാവ് പറഞ്ഞതിൻ്റെ കൂടെ
സ്ത്രീയെ എടുത്ത് പറയാൻ കാരണം എന്താ? ഒന്ന് എന്താണ്, സ്ത്രീകളിലൂടെയുള്ള ഫിത്തന എന്താണ്, സമൂഹത്തിൽ എന്താണ്, പുരുഷൻ എന്താണ്, പ്രത്യേകിച്ച് താക്കീത് കൊടുക്കുകയാണ്. അതുവഴി സ്ത്രീയും ഒരു ഫിത്തന, രണ്ടും മനസ്സിലാക്കണം, രണ്ടു കൂട്ടർക്കും പ്രശ്നമാണ്. കാരണം സ്ത്രീ എന്നുള്ളത് എന്താണ്, ഒരു പുരുഷൻ്റെ ഫിത്തനയാണ്. അപ്പോൾ ആ സ്ത്രീ തന്നെയാണ് ശരിക്കും അതിനൊരു ഫിത്തന. അപ്പോൾ അവളുമായി എന്ത് ചെയ്യും, മറ്റുള്ളവർക്ക് പരീക്ഷിക്കപ്പെടാം, അവളും ഒരു പരീക്ഷണ വസ്തുവാകാം. അപ്പോൾ അതെന്താണ്, അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് എന്ന് പ്രത്യേകിച്ച് എടുത്ത് മനസ്സിലാക്കാൻ കൂടിയാണ് അവിടെ സ്ത്രീ എന്നെടുത്ത് പറയാൻ കാരണം. ഒരു ഹദീസിൽ അതുകൊണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ പറഞ്ഞതിന് വേറൊരു സാഹചര്യം കൂടി ഞാൻ പറയാം. പക്ഷെ നബിതങ്ങൾ പറഞ്ഞത് ഒരു കാരണത്താൽ മാത്രമാവില്ല എന്ന് ഞാൻ പറഞ്ഞത്. ഒരു ഹദീസിൽ കാണാം, പിശാച് മനുഷ്യരിൽ നിന്ന് എല്ലാ കാര്യങ്ങളിൽ നിന്നും നിരാശനായി കഴിഞ്ഞാൽ പിന്നെ ഇല്ലാത്തമിൻ കിബലിൻ നിസാ, പിന്നെ സ്ത്രീകൾ വഴി എന്ത് ചെയ്യും, ആ അള്ളാഹുവിൻ്റെ ആ അടിമയെ സമീപിക്കാനുള്ള എന്തെങ്കിലും പണി നോക്കും. ഏതെങ്കിലും നിലക്കുള്ള ഇടപാടിനോ കമ്മ്യൂണിക്കേഷനോ ഉണ്ടായിട്ട് എന്ത് ചെയ്യും, അയാൾ ആ റൂട്ടിൽ നിന്ന് തെറ്റിക്കാനുള്ള പിശാചിൻ്റെ ഒരു അവസാന ശ്രമമാണ് ശരിക്കും സ്ത്രീകൾ എന്ന് കാണാം. അപ്പം സ്ത്രീകൾക്കും പ്രശ്നമാണ്, പുരുഷനും പ്രശ്നമാണ്. പക്ഷെ ഇവിടെ ഇങ്ങനെ പറയാൻ കാരണം എന്തായിരുന്നു? ഇവിടെ ഇങ്ങനെ പറയാൻ കാരണം ഒരു കാരണം കൂടി ഉണ്ടായിരുന്നു. അതായത് മക്കക്കാരിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, അവളുടെ പേര് ഉമ്മു ഖൈസ് എന്നാണ്. ഒരു മക്കക്കാരനായ ഒരു സഹാബി അവളെ വിവാഹം കഴിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, താല്പര്യം പ്രകടിപ്പിച്ചു. പക്ഷെ ഇവിടെ വേറെ സംഗതി എന്താ വെച്ചാൽ, കുറേ സഹാബികൾക്ക് അറിയാം ഇതാരാണ് എന്ന്. നമ്മുടെ സഹാബികളുടെ നന്മയാണ് പറയുന്നത് കേട്ടോ. പക്ഷെ ഒരു സഹാബി പോലും ഇന്നേ വരെ ഇത് ഏതാണ് സഹാബി എന്ന് എഴുതിയിട്ടില്ല, പേര് പുറത്തു പറഞ്ഞു. കാരണം എന്താണ്, അത് അത്ര നല്ലൊരു എന്തല്ല, അത്ര നല്ലൊരു പുകയത്തലൊന്നല്ല ഇത് എന്നതുകൊണ്ട് എന്താണ് സഹാബികൾ ആ വിഷയമാണ് വിട്ടുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണേ, നമ്മളാണെങ്കിൽ എന്താ, അത് ആരെ പറ്റിയാണ് എനിക്ക് നല്ല അറിയാം അല്ലേ, ആളെ അറിയും, ആളെ വാപ്പാനെ അറിയാം, കുടുംബം അറിയാം, ആളെ ലൊക്കേഷൻ അറിയാതെ നമ്മൾ ആദ്യം പറഞ്ഞു കൊടുക്കാം. സഹാബികൾ ആ വിഷയത്തിലേക്കേ നോക്കിയിട്ടുള്ളൂ. പറയുമ്പോൾ ഈ ഹദീസ് പറഞ്ഞാൽ വളരെ നിസ്ഫുൽ, പിന്നെ ദീനിൻ്റെ പകുതി എന്ന് പറയുന്നത് ആ ഹദീസിലാണ് ഈ സഹാബിയെ പരാമർശിക്കുന്നത്. പക്ഷെ ഒരു സഹാബി പോലും ഇത് ഏത് സഹാബിയാണ്, ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ വേണ്ടി ഹിജറ പോയ സഹാബി ആരാണ് എന്നെന്തിട്ടില്ല, ഒരു നിലക്കും പറഞ്ഞില്ല. എന്നാൽ സഹാബികൾക്ക് അറിയോ? അറിയും. റസൂലുള്ളാ സഹാബികളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു പള്ളിയിൽ ഖുത്ബയിൽ ഇത് പറയുമ്പോൾ നബിതങ്ങൾക്ക് സഹാബികളുടെ വിവരം കിട്ടിയിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് പല അഭിപ്രായങ്ങളുണ്ട്. പക്ഷെ റസൂലുള്ളാഹിക്ക് വഹി വഴി ഈ വിവരം കിട്ടിയിട്ടുണ്ട്. എന്നാൽ ചില സഹാബികൾക്കറിയാം ഇയാൾ ഹിജറ വരുന്നത് എന്തിനു വേണ്ടിയാണ്, ഈ ഒരു ലക്ഷ്യം കൂടി ഉണ്ട് എന്ന് ആർക്കറിയാം, ചില സഹാബികൾക്ക് അറിയുകയും ചെയ്യാം എന്നും ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്. പക്ഷെ റസൂലുള്ളാഹിക്ക് സഹാബികളോടാണോ വിവരം കിട്ടിയതെന്നൊന്നും എന്തല്ല, അത് വ്യക്തമല്ല. പക്ഷെ നബിതങ്ങൾക്ക് ഏതായാലും ഈ വിഷയം കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു തന്നു, ഉമ്മു ഖൈസ് എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീയെ വിവാഹം കഴിക്കാൻ വേണ്ടി ഒരു മുസ്ലിമായ മക്കക്കാരനായ സഹാബിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഉമ്മു ഖൈസിനോട് വിവാഹ അഭ്യർത്ഥന നടത്തി. അപ്പോൾ ഉമ്മു ഖൈസ് എന്താ പറഞ്ഞത്, അതിപ്പോൾ നടക്കൂല, ഞാൻ ഹിജറ പോവാണ്, മദീനത്ത് പോയിട്ട് ഹിജറ പോയിട്ട് അവിടുന്ന് സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം നോക്കാം എന്ന് പറഞ്ഞിട്ട് ഉമ്മു ഖൈസ് എന്ത് ചെയ്തു, മദീനയിലേക്ക് ഹിജറ പോയി. അപ്പം ഉമ്മു ഖൈസ് ഹിജറ പോയപ്പോൾ മറ്റേ സഹാബി മദീനയിലേക്ക് ഹിജറ പോയി. അങ്ങനെ എന്തായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ സഹാബികൾക്ക് ആളെ അറിയാം. അതുകൊണ്ട് തന്നെ സഹാബികൾ മൂപ്പനെ, ചില സഹാബികളൊക്കെ മൂപ്പനെ വിളിക്കും മുഹാജിർ ഉമ്മു ഖൈസ് എന്ന് പറയും, വേറെ ഒന്നും പറയില്ല, ആളെ പേരൊന്നും പറയില്ല. മൂപ്പന് മുഹാജിർ ഉമ്മു ഖൈസ് എന്നാ പറയാം. ഉമ്മു ഖൈസിന് വേണ്ടി എന്ത് ചെയ്ത ഹിജറ വന്ന ആളെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഹൈജറത്തു ഇല്ല, പിന്നെ ആ സാഹിബ് ക്ഷമ പറഞ്ഞു കേട്ടോ, നീയത്തൊക്കെ നന്നാക്കി. അപ്പൊ റസൂൽ എന്ത് ചെയ്തു,
അള്ളാഹുവിൻ്റെ റസൂൽ വലിയ മുർഷിദാണല്ലോ. നിബന്ധങ്ങൾ എന്ത് ചെയ്തു? അപ്പം തന്നെ ഈ കൂട്ടത്തിൽ ആളുണ്ടെന്ന് അറിയാമല്ലോ. അപ്പം തന്നെ എന്ത് ചെയ്തു? ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാനാണ് ആരെങ്കിലും ഹിജറ വന്നെങ്കിൽ ഫൈജറത്തു ഇലാമാ ഹാജറ ഇലൈഹി, അവൻ എന്തിനേക്കാണ് ഹിജറ വന്നത്? അതിലേക്ക് മാത്രമാണെന്ന് ആര് പറഞ്ഞു? അതുകൊണ്ട് എന്ത് ആ സാബിയുടെ നീയത്ത് എന്ത് ചെയ്തു? ആണ്ട് ക്ലിയർ ചെയ്തു. അപ്പോൾ ഒരു മനുഷ്യന് ദുന്യവിയായ കാര്യത്തിന് വേണ്ടി മാത്രം എന്ത് ചെയ്തു? പിന്നെ ഒരു ഇബാദത്ത് ചെയ്താൽ, ഒരു അമല് ചെയ്താൽ അത് പിന്നെ അതിന് കൂലി ഉണ്ടാവുമെന്നാണ്. അപ്പം ദീനിയായ കാര്യങ്ങൾ, പ്രധാനപ്പെട്ട നിസ്കാരം കാര്യങ്ങളൊക്കെ ഭൗതികമായ കാര്യത്തിന് വേണ്ടി മാത്രം ഇബാദത്ത് ചെയ്താൽ എന്താണ്? അത് ഹറാമാണ്. അതിനെന്തുണ്ടാവില്ല? കൂലി ഉണ്ടാവില്ല. നമ്മൾ നിസ്കരിക്കുന്നതോ നമ്മൾ നോമ്പ് നോക്കുന്നതോ അത് ഈ ലോകത്തെ താല്പര്യത്തിന് വേണ്ടി മാത്രമാണെങ്കിൽ അങ്ങനെ ചെയ്യൽ ഹറാമുമാണ്. അങ്ങനെ ചെയ്യൽ എന്തുണ്ടാവില്ല? ഒരു പ്രതിഫലവും ഉണ്ടാവില്ല. അപ്പം നമ്മൾ ഏത് നന്മ ചെയ്യുമ്പോഴും ആളുകളിൽ നിന്ന് പ്രശംസ കിട്ടാൻ വേണ്ടി മാത്രമാണെങ്കിൽ അതിനെന്തുണ്ടാവില്ല? ഒരു പ്രതിഫലവും ഉണ്ടാവില്ല. മാത്രമല്ല പ്രവർത്തനം ചിലപ്പോൾ എന്താവും? ഹറാമാവെന്ന് പറഞ്ഞവരുണ്ട് ഇബാദത്തുകളാണെങ്കിൽ. അതേ സമയത്ത് ചില പ്രവർത്തനങ്ങൾ ദുന്യവയായ ലാഭവുമുണ്ട്, എന്നാൽ പാരത്രിക കൂലിയും കിട്ടും. അങ്ങനെ രണ്ടും കൂടി ഉദ്ദേശിക്കുന്ന ആളുണ്ട് അല്ലേ? ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. അധികം ആളുകൾ ആ സൈസാണ്. എന്നുവെച്ചാൽ പഠിച്ചുകൊണ്ടിരുന്ന് കൂലിയും കിട്ടുവാണം, നാട്ടുകാരത്ത് ഏതും കിട്ടണം, പ്രശംസയും കിട്ടണം. ഇങ്ങനെ ഉണ്ടെങ്കിലോ, ഇങ്ങനെ ഉണ്ടെങ്കിലും തീരെ കൂലി കിട്ടൂല എന്ന് പറഞ്ഞവരുണ്ട്. എന്നാൽ അയാളുടെ നീയത്തിനനുസരിച്ച് അയാളുടെ പ്രതിഫലത്തിൻ്റെ ക്ലാരിറ്റി കുറയും, ചെറിയ കൂലിയെ കിട്ടുള്ളൂ, കൂലി പറ്റ നഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞവരുമുണ്ട്. അപ്പോൾ നീയത്താണ് അവിടെ എല്ലാത്തിൻ്റെയും പണി, എല്ലാവരും എടുക്കുന്ന ഒരു പണിയാണ്. പക്ഷെ എന്താണ് പിന്നെ അതുകൊണ്ട് തന്നെ ചില മഹാന്മാർ പറയുന്നുണ്ട്, ഇപ്പം ഹജ്ജ് അതൊരു ബിസിനസ്സായി കാണണമെങ്കിൽ അയാൾക്ക് കൂലി കിട്ടുമെന്ന് വെച്ചാൽ നെയ്യത്തുണ്ടെങ്കിൽ അയാൾക്ക് ഹജ്ജും കൂടി ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? കൂലി കിട്ടും. പക്ഷെ ഹജ്ജ് ബിസിനസ്സും കൂടി ആകുമ്പോൾ അതിൻ്റെ കൂലി കുറയും. ഹജ്ജ് മാത്രമാണ് അയാൾ നെയ്യത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ കൂടെ ശ്രദ്ധിക്കപ്പെടാത്ത ബിസിനസ്സാണ്, അതിനനുസരിച്ച് കൂലി ഉണ്ടാവും. അപ്പം നെയ്യത്താണ് ശരിക്കും ഇവിടെ ഒക്കെ എന്ത് ചെയ്യുന്നത്? എല്ലാം വേർതിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഒരാൾ ഹജ്ജ് ബിസിനസ് നടത്തുന്നതുകൊണ്ട് മോശമെന്നല്ല, പക്ഷെ നെയ്യത്ത് എന്താവണം? അവിടെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ള മഹാനായ ഇമാം ബുഖാരിയാണ്. ഇമാം ബുഖാരി, മുസ്ലിം ഉദ്ധരിച്ച ഹദീസുകളാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്. ഏകദേശം പിന്നെ ഇമാം ബുഖാരി 6 ലക്ഷം ഹദീസിൽ നിന്നാണ് സഹീഹ് ബുഖാരി ഉണ്ടാക്കുന്നത്. എത്ര ഹദീസിൽ നിന്ന്? 6 ലക്ഷം ഹദീസിൽ നിന്നാണ് ഇമാം ബുഖാരി എന്ത് ചെയ്തിട്ടുള്ളത്? സഹീഹ് ബുഖാരി ഉണ്ടാക്കുന്നത്. അതിൽ 3 ലക്ഷം ഹദീസ് എന്തായിരുന്നു? 3 ലക്ഷം ഹദീസുകൾ, 6 ലക്ഷം ഹദീസിൽ നിന്ന് 3 ലക്ഷം ഹദീസ് പിന്നെ സനദിൽ അത്ര വേണ്ടത്ര ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് അതിൽ 2 ലക്ഷം ഹദീസ് എന്ത് ചെയ്തിട്ടുണ്ട്? അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. 1 ലക്ഷം ഹദീസ് എന്ത് ചെയ്തിട്ടുണ്ട്? പിന്നെ അതിൽ സ്വഹീഹുണ്ട്. ബുഖാരിയിൽ ആകെ ഉള്ളത് 1000 ചില ഹദീസുള്ളൂ. അതന്നെ റിപ്പീറ്റിങ് കഴിഞ്ഞാൽ എത്ര ഉള്ളൂ? ഒരു 3000-ൻ്റെ അടുത്തേ ഉള്ളൂ. അതാണ് ബുഖാരി. അപ്പം നമ്മൾ എല്ലാത്തിനും ബുഖാരി ഉണ്ടോ വെച്ചാൽ ചിലപ്പോൾ ഉണ്ടാവില്ല, എല്ലാം ഉണ്ടാവണമെന്നില്ല. ഇമാം ബുഖാരി, ഇമാം മുസ്ലിം ഇവർ സംയുക്തമായി ഉദ്ധരിച്ച ഹദീസാണ്. ഹദീസുകളിൽ ഏറ്റവും സ്വീകാര്യ ഇതിനാണ്. ഇമാം ബുഖാരി, ഇമാം മുസ്ലിം സംയുക്തമായി ഉദ്ധരിച്ചതാണ്. ഹദീസിൽ 7 കാറ്റഗറിയാണ്. അതിൽ ഏറ്റവും ടോപ്പ് ഇമാം ബുഖാരി, ഇമാം മുസ്ലിം ഉദ്ധരിച്ച, സംയുക്തമായി ഉദ്ധരിച്ച. പിന്നെ രണ്ടാമത് ബുഖാരിയിൽ മാത്രമുള്ളത്, മൂന്നാമത് മുസ്ലിമിൽ മാത്രമുള്ളത്, നാലാമത് ബുഖാരി മുസ്ലിമിൻ്റെ നിബന്ധനകൾക്കനുസരിച്ച് മറ്റ് ഹദീസ് പണ്ഡിതന്മാർ പാലിച്ച ഹദീസുകൾ. ഇപ്പം ചിലരൊക്കെ ബുഖാരി അങ്ങനെ പറയും, ബുഖാരി മുസ്ലിമിൻ്റെ അലാ ഷർത്തഹിമ എന്ന് പറയുന്നുണ്ട്. ബുഖാരി മുസ്ലിമിൻ്റെ അതേ നിയമം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ഹദീസ് എന്ത് ചെയ്തിട്ടുള്ളത്? റിപ്പോർട്ട് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ? ബുഖാരി മുസ്ലിമുള്ള അതേ ഫലം ഏതിലുണ്ടാവും? അതേ സത്യസന്ധയും മാനദണ്ഡവും പാലിച്ചുകൊണ്ടാണ് ഇതിലുള്ളതെന്നാണ്. അപ്പം അത് 4ാമത്തെ ഡിഗ്രിയാണ്. 5ാമത്തത് ബുഖാരിയുടെ മാത്രം കണ്ടീഷൻ വേറെ ഉണ്ട്, അതിനനുസരിച്ചുള്ളത്.
ചില പണ്ഡിതന്മാർ ഉദ്ദേശിച്ച്. ആറാമത് മുസ്ലിമിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് ചില പണ്ഡിതന്മാർ ഉദ്ദേശിച്ച്. ഏഴാമത്താണ് ബാക്കിയുള്ള ഹദീസിൻ്റെ ആളുകൾ പരിഗണപ്പെടുന്നത്. അതാണ് ഹദീസ് നിദാനത്തിൻ്റെ ഒരു കാറ്റഗറി. മഹാനായ ഇമാം ഷാഫി പറയുന്നത് ഏറ്റവും സഹിയ ഹദീസ് ഇമാം മാലിക്കിൻ്റെ മുവത്തയാണെന്ന്. ആ ഇമാം ഷാഫി ഇമാം അങ്ങനെ പറയുന്നുണ്ട്. മാലിക് ഇമാമിൻ്റെ മുവത്ത എന്ന് പറഞ്ഞാൽ എന്താണ്? ഹദീസ് കിതാബുകളിൽ വെച്ച് ഏറ്റവും ആദ്യം ഉണ്ടാക്കിയ കിതാബാണ് ഏത്? മാലിക് ഇമാമിൻ്റെ മുവത്ത. ഷാഫി ഇമാം അങ്ങനെ പറയാൻ കാരണം എന്താ? ഷാഫി ഇമാമിൻ്റെ കാലത്ത് ബുഖാരി മുസ്ലിമും ഇല്ല. അവരുടെ ശേഷമാണ് ഇത് വന്നിട്ടുള്ളത്, ബുഖാരി മുസ്ലിമും ഇറങ്ങിയിട്ടുള്ളത്. ഷാഫി ഇമാമ് മാലിക് ഇമാം ഉണ്ടാക്കിയിരുന്ന മുവത്ത എന്ന് പറഞ്ഞ കിതാബ് ഒരു രാത്രി കൊണ്ട്, കണ്ടമാനം ഹദീസ് ഉണ്ടായിരുന്നു, ഒരു രാത്രി കൊണ്ട് ആര് കാണാൻ പഠിച്ചിരുന്നു? മഹാനായ ഇമാം ഷാഫി ഒരു രാത്രി കൊണ്ടാണ് മുവത്ത കാണാൻ പഠിച്ചത്. നേരം ഇരുന്നുകൊണ്ട് എന്ത് ചെയ്തു? അത് മനപ്പാടാക്കി. അങ്ങനെ മാലിക് ഇമാമിന് മാത്രമല്ല മുസ്ലിം ബുഖാരി ഇമാമിൻ്റെ ആരാണ്? ശിഷ്യനാണ്. ഹദീസ് പണ്ഡിതന്മാർ പറയണത് മുസ്ലിം ബുഖാരി ഇല്ലെങ്കിൽ ആരില്ല, മുസ്ലിം ഇല്ല എന്നാ. മുസ്ലിം റളിയല്ലാഹു അൻഹു ബുഖാരി ഇമാമിൻ്റെ അടുത്ത് പോയിട്ട് വളരെ, അതായത് ഒരു ചെറിയ കുട്ടി ഒരു അധ്യാപകനോട് എങ്ങനെയാണ് ചോദിച്ചു പഠിക്കുക, ഏകദേശം വലിയ പ്രായവ്യത്യാസമൊന്നുമില്ല. അതേപോലെയാണ് മുസ്ലിം റളിയല്ലാഹു അൻഹു ബുഖാരിയിൽ നിന്ന് ഇരുന്ന് അത് കുട്ടികൾ അധ്യാപകന്മാരിൽ ചോദിച്ച് പഠിക്കണം പോലെ പിന്നെ കൂടി പഠിച്ചിരുന്ന ആളാണ് ആര്? മുസ്ലിം റളിയല്ലാഹു അൻഹു. ആ മുസ്ലിമാണ് ലോകത്തിൽ രണ്ടാമത്തെ ഏറ്റവും വലിയ മഹാനായ ഹദീസ് പണ്ഡിതൻ, ബുഖാരി ഇമാമിൻ്റെ കീഴിൽ. അപ്പോൾ ബുഖാരി ഇമാമിൻ്റെ അവസ്ഥകൾ ആലോചിച്ച് നോക്കേണ്ടി, എന്ത് വലിയൊരു ആലിമാണ്. പിന്നെ ഞാൻ പറഞ്ഞത് മുവത്തയുടെ കാര്യമാണ്. മുവത്ത അങ്ങനെ പറയാൻ കാരണം എന്താണ്? മുവത്ത അങ്ങനെ പറയാൻ കാരണം, ഇമാം ഷാഫി പറയാൻ കാരണം, പിന്നെ അന്ന് മുവത്താണ് ഏറ്റവും വലിയ പ്രഗത്ഭമായ ഗ്രന്ഥം. ഈ മാലിക് ഇമാമിൻ്റെ അടുത്തേക്ക് പിന്നെ ഇൽമ് പഠിക്കാൻ വേണ്ടി ഷാഫി ഇമാമ് പോയി. അപ്പോൾ ഷാഫി ഇമാമിനെ മാലിക് ഇമാമിൻ്റെ മജ്ലിസിലേക്ക് എടുക്കോ എന്നുള്ള പ്രയാസം ആർക്കുണ്ടായിരുന്നു? ഷാഫി ഇമാമിനുണ്ടായിരുന്നു. ചിലപ്പോൾ ഒഴിവാക്കുമോ എന്നൊക്കെ തോന്നിയിരുന്നു. അങ്ങനെ എന്ത് ചെയ്തു? മക്കയിലെ ഗവർണറിൽ നിന്നിട്ട് മദീനയിലെ ഗവർണറിലേക്ക് എന്ത് ചെയ്തു? ഒരു എഴുത്ത് വാങ്ങി. ആര്? ഷാഫി ഇമാം. എന്തിന്? ഈ കുട്ടിയെ മാലിക് ഇമാമിന്റെ ദർസിൽ എടുക്കാൻ വേണ്ടി നിങ്ങൾ ശഫാഅത്ത് ചെയ്യണോ എന്ന് പറഞ്ഞിട്ട് റെക്കമെൻഡ്. എന്തിനറിയോ? അപ്പൊ മാലിക് ഇമാമിന്റെ ദർസിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗവർണറ് മറ്റൊരു ഗവർണർക്ക് എന്ത് ചെയ്യാണ്? പോയി റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുത്ത് കൊടുക്കുകയാണ്. കാരണം മാലിക് ഇമാം വേണ്ട അവസരം നഷ്ടപ്പെടും. അതുകൊണ്ട് ഷാഫി ഇമാം അങ്ങനെ എഴുത്ത് വാങ്ങി. അങ്ങനെ എഴുത്തായിട്ട് മക്കയിലെ ഗവർണറുടെ എഴുത്തുമായിട്ട് ഷാഫി ഇമാം എവിടെ പോയി? മദീനയിലെ ഗവർണറുടെ അടുത്ത് പോയി. ചരിത്രം പറയുന്നത് ആ എഴുത്ത് കിട്ടിയപ്പോൾ മദീന ഗവർണറെ കൈ വിറച്ചു എന്നാണ്. അപ്പം ഷാഫി ഇമാമോട് പറഞ്ഞേ, നീ മക്കയിൽ നിന്ന് മദീനയ്ക്ക് വന്നതിനേക്കാൾ പ്രയാസമാണ് മാലിക് ഇമാമിൻ്റെ അടുത്ത് പോയിട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളതാണ് എന്ന് പറഞ്ഞത്. മദീന ഗവർണർ അന്ന് ഭയപ്പെട്ടിരുന്നു അന്നത്തെ ആലിമീനെ. ഇന്ന് ആലിമ്യങ്ങളെ വയ്ത്താല, ഭരണാധികാരികളെ വയ്ത്താല ആലിമ്യങ്ങൾ പിന്നീട് എടുക്കുന്ന അവസ്ഥയാണ്. അതായത് നമ്മളെ കാക്കട്ടെ. അങ്ങനെ ഏതായാലും ഷാഫി ഇമാമിൻ്റെ നിർബന്ധപ്രകാരം മദീന ഗവർണർ എഴുത്തുമായിട്ട് ആരെ കാണാൻ പോവാണ്? മാലിക് ഇമാമിനെ കാണാൻ പോവാണ്. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ വീട്ടിലെ പരിചാരിക്കപ്പെട്ട ഒരാൾ ഒരു ചെയർ കൊടുന്നിരുന്നു, അവിടെ കൊടുന്ന് വെച്ച്. അപ്പം മദീന ഗവർണർ വിചാരിച്ച് മദീന ഗവർണർക്ക് വേണ്ടിയാവുന്ന. പക്ഷെ അവിടെ വന്നുകൊണ്ട് നേരെ ആരിരുന്നു? മാലിക് ഇമാമ് വന്നിരുന്നു. അങ്ങനെ മദീന ഗവർണർ എന്ത് ചെയ്തു? ഒരു എഴുത്തുണ്ട് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? അത് മാലിക് ഇമാമിൻ്റെ കയ്യിൽ കൊടുത്തു. അത് നോക്കിയാണ്ട് ചുരുട്ടിയാണ് ഒരൊറ്റ ഏറ്. ആര്? മാലിക് ഇമാം ദേഷ്യപ്പെട്ടു എന്നാ. അള്ളാഹുവിൻ്റെ ഇൽമ പഠിക്കാൻ വേണ്ടി നിങ്ങളെ റെക്കമെൻഡോ എന്ന് ചോദിച്ച്. അതാ ചോദിച്ചേ, ഇൽമിന് വേണം റെക്കമെൻഡ് എന്ന് ചോദിച്ചു. അങ്ങനെ എന്ത് ചെയ്തു? ഷാഫി ഇമാമിനോട് ഇഷ്ടം കണ്ടപ്പോൾ ഇഷ്ടത്തോടെ അങ്ങനെ എന്ത് ചെയ്തു? ഏതായാലും നീ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട് എന്നൊക്കെ ചോദിച്ച് അങ്ങനെ ഷാഫി ഇമാമിനോട് പറഞ്ഞു, മാലിക് ഇമാം പറഞ്ഞു, എൻ്റെ മുവത്തുണ്ട്, അതൊന്ന് വായിച്ച്
വായിക്കാൻ പറഞ്ഞു. അപ്പോൾ ഷാഫി ഇമാം ചോദിച്ചു, എവിടുന്നാ വായിക്കണമെന്ന് ചോദിച്ചു. പറഞ്ഞു അതിന് കിതാബ് കൂടെ എന്ന് വെച്ചു. പറഞ്ഞു കിതാബ് ഇവിടെ ഉണ്ട്, നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ ഏത് ഭാഗത്തുനിന്ന് വായിച്ചുതരാന്ന്. സത്യത്തിൽ മാലിക് ഇമാമിന് പോലും സ്വന്തം എഴുതിയ മുഖത്ത കണതറിയില്ല. അത് പഠിച്ച ആളാണ് ആര്? മഹാനായ ഇമാം ഷാഫി. അള്ളാഹു തആല ദർജയേറ്റി കൊടുക്കട്ടെ. അപ്പൊ ഷാഫി ഇമാം ഏറ്റവും നല്ല കിതാബാണ് മുവത്ത എന്ന് പറയാൻ കാരണം അതായിരുന്നു. അന്ന് മുവത്തയാണ് ഹദീസ് കിതാബുകളിൽ ഏറ്റവും വലിയ ഹദീസ് ഉണ്ടായിരുന്നത്. അതേസമയത്ത് ഇമാം ബുഖാരി മുസ്ലിം വന്നതോടുകൂടി അതാണ് ലോകത്തെ ഏറ്റവും അസഹായ കിതാബുകൾ. ഇമാം ബുഖാരിയുടെ പിതാവ്, ചരിത്രം ചെറുതായിട്ട് ഏതാനും സമയം 5 മിനിറ്റ് ചെറുതായിട്ട് ഇമാം ബുഖാരിയുടെ ചില സംഭവങ്ങൾ ഞാൻ പറയാം. ഇമാം ബുഖാരിയുടെ പിതാവ് ഇസ്മായിൽ എന്ന് പറയുന്നതാണ്. മുഹമ്മദ് ഇസ്മായിൽ ബുഖാരി എന്നാണ് പറയുന്നത്. ഇസ്മായിൽ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദേഹം വലിയ സൂഫിയായിരുന്നു. അദ്ദേഹം പറയണത്, മരിക്കാൻ നേരത്ത് പറയണേ, എൻ്റെ മുതലിൽ ഒരു രൂപ പോലും ഹറാമുണ്ടോ ഹലാലുണ്ടോ എന്ന് എനിക്ക് വ്യക്തമായി അറിയാത്ത ഒരു മുതലും എൻ്റെ കയ്യിലില്ല, എൻ്റെ കയ്യിലൂടെ പോയിട്ടില്ല എന്നാണ് പറയുന്നത്. മനസ്സിലാക്കണം. ഹറാമോ ഹലാലും വേർതിരിക്കാത്ത ഒരു മുതലും ഞാൻ നേരില്ല, ഒരു രൂപ പോലും ഞാൻ കൈകാര്യം ചെയ്തിട്ടില്ല എന്നാണ് മഹാനവർ പറയുന്നത്. ഇമാം ബുഖാരി ജനിക്കുന്നത് ഒരു ഷവ്വാലിലാണ്. 62 വയസ്സാണോ, 62 വയസ്സ് തികയുന്നതിൻ്റെ 13 ദിവസം മുമ്പാണ് മരിച്ചത്. ഒരു ചെറിയ പെരുന്നാൾ രാത്രിയാണ് മരിച്ചത്. പെരുന്നാൾ ഇശാനിസ്കാരത്തിൻ്റെ ആ സമയത്താണ് ഇമാം ബുഖാരി മരിച്ചത്. പിന്നെ പെരുന്നാൾ രാത്രിയാണ്, പെരുന്നാളിൻ്റെ രാവിലെ, പെരുന്നാളിൻ്റെ പകലിലാണ് ഇമാം ബുഖാരി എന്ത് ചെയ്യുന്നത്? മറമാടുന്നത്. ലോറിസ്കാരത്തിന് ശേഷം, പെരുന്നാൾസ്കാരം വേഗം കഴിയുമല്ലോ, ലോറിന് ശേഷമാണ് മാനവറുകൾ മറയപ്പെടുന്നത്. ബുഖാറയിൽ നിന്ന് സമർക്കന്ത് എന്ന സ്ഥലത്തിലേക്കാണ് പോയിട്ട്, സമർക്കന്തിലായിരുന്നു ഇമാം ബുഖാരിയുടെ. സമർക്കന്തിൽ നിന്ന് ഒരു കുറച്ചും കൂടി പോകണം. കറക്റ്റ് പേര് കർത്തനഗ് എന്ന സ്ഥലമാണ്. അവിടെയാണ് ഇമാം ബുഖാരിയുടെ മക്ബറയുള്ളത്. ഞാൻ പറയുന്നത് ബുഖാറയിൽ നിന്ന് സമർക്കന്തിക്ക് ഒരു 300 കിലോമീറ്റർ ഉണ്ട്. എന്തുകൊണ്ടാണ് പോകാൻ കാരണം? നമ്മൾ വിചാരിച്ച ഇമാം ബുഖാരി എന്നൊക്കെ പറയുമ്പോൾ ലോകപ്രശസ്തം, ഇന്ന് ബുഖാരി എന്ന് പറഞ്ഞാൽ അതിനപ്പുറം ഒന്നുമില്ല എന്നാ. ബുഖാറയിൽ നിന്ന് അവരോടുള്ള ചില അസൂയാലുക്കളായ ആളുകൾ ഇമാം ബുഖാരിക്കില്ലാത്ത ചില വാദങ്ങൾ പ്രചരിപ്പിച്ച് അന്നത്തെ ഭരണാധികാരികളൊക്കെ ഇമാം ബുഖാരിക്കെതിരെ തിരിഞ്ഞ് അവസാനം അവിടെ നിൽക്കാൻ കഴിയാതെ, അവിടെ നിന്നാൽ ജീവന് ഭീഷണിയാവും, ആ നിലക്ക് അപകടം തോന്നിയതുകൊണ്ട് ഇമാം മുസ്ലിമിൻ്റെ റിക്വസ്റ്റ് കൊണ്ട് ആകെ ഇമാം ബുഖാരിയിൽ നിന്ന് യാത്രയാക്കാൻ ഉണ്ടായിരുന്ന ഇമാം മുസ്ലിം ആയിരുന്നു. ഇമാം മുസ്ലിമിൻ്റെ റിക്വസ്റ്റ് ആയിരുന്നു, ദയവായി നിങ്ങൾ ഇവിടുന്ന് പോകണം, അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാവില്ല, നിങ്ങൾ ആവശ്യമാണ്, നിങ്ങൾ സമുദായത്തിൽ നഷ്ടപ്പെടും എന്ന ഇമാം മുസ്ലിമിൻ്റെ റിക്വസ്റ്റ് കൊണ്ടാണ് ഇമാം ബുഖാരി അവിടുന്ന് പോയത്. അങ്ങനെ സമർക്കന്തിലേക്ക് പോയി അവിടെ കുറച്ച് കാലം നിന്ന് അവിടെ നിന്നാണ് മഹാനഗർ വഫാത്ത്. അപ്പം മരിക്കാൻ നേരത്തൊന്നും ഒരു മനുഷ്യൻ്റെ സപ്പോർട്ട് ഉണ്ടായിട്ടില്ല, ഭരണാധികാരികൾ എഴുതിയായിരുന്നു. പക്ഷെ ഇന്ന് ലോകത്തെ ഇമാം ബുഖാരി ആരാ? അതാണ് അള്ളാഹു തആല ദർജയേറ്റി കൊടുക്കേണ്ടത്. ആലോചിച്ച് നോക്കി, അന്ന് ആരുമില്ല സപ്പോർട്ട് ചെയ്യാൻ. ഇമാം മുസ്ലിം മാത്രമേ. ഇമാം അഹമ്മദ് ഹംബലിന്റെ ശിഷ്യനാണ് ഇമാം ബുഖാരി. വേറെ സംഗതി നോക്കണം, ബുഖാരിയുള്ള ഏത് ഹദീസ് ഇമാം ബുഖാരി രചിക്കുമ്പോഴും കുളിച്ചിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് മാത്രമാണ് ബുഖാരിയിലെ ഓരോ ഹദീസും എഴുതിയത്. അവരുടെ ത്യാഗം ആലോചിച്ച് നോക്കണം. ഏത് ഹദീസ് എഴുതുമ്പോഴും കുളിച്ചിട്ട് 2 റക്അത്ത് സുന്നത്ത് സ്കെച്ച് ദ്വാരുന്നിട്ടാണ് എന്ത് ചെയ്യല്? ഹദീസ് എഴുതി വെക്കല്. അല്ലാതെ വാരി വലിച്ചിങ്ങനെ കിട്ടുന്ന പോലെ എഴുതല്ല. ആ ഇൽമിന് ബർക്കത്തുണ്ട്. നമുക്കെന്താ വെച്ചാൽ നമുക്കെന്ത് ചാറ്റ് നോക്കിയും ഗൂഗിൾ നോക്കിയിട്ട് ഇങ്ങനെ വാരി വലിച്ച് എല്ലാവരും അലിമ്യങ്ങളല്ലേ. അന്നത്തെ ഒരു ഹദീസിന് എന്തുണ്ട്? ആ ബർക്കത്തിന് അത്രയും ത്യാഗം മാനവകൾ ചെയ്തിട്ടുണ്ടെന്നാ. ഞാൻ ഇമാം നവവി പറഞ്ഞ ഒരു സംഭവം പറയാം. ഇമാം നവവി പറഞ്ഞതുകൊണ്ട് ഉദ്ധരിക്കുകയാണ്, അല്ലാതെ വേറെ ആളുകൾ പറയുമ്പോൾ ഉദ്ധരിക്കൂല. ഇമാം നവവി പറഞ്ഞാൽ 2ാം ഷാഫി അറിയപ്പെടുന്ന ലോകത്തെ വലിയ പ്രസക്തനായ പണ്ഡിതനാണ്. ഇമാം നബിയെക്കുറിച്ച് ആർക്കും അഭിപ്രായത്തില്ല, എല്ലാ പ്രസ്ഥാനക്കാരും അംഗീകരിക്കുന്ന ഇമാം നവവി പറയുന്നുണ്ട്. അദ്ദേഹം ഒരു സംഭവം, ഇമാം നവവിയുടെ തഹദീബ് എന്ന് പറയുന്ന, അതായത് മഹാന്മാരുടെ ചരിത്രം പറഞ്ഞ കിതാബാണ്.
അതിൽ വിശദീകരിക്കുന്നുണ്ട്. ഈ ബുഖാരിയുടെ നിവേദകൻപ്പെട്ട ഒരു ഹർബരി റളിയല്ലാഹുവിനുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു സംഭവം, 2 സംഭവങ്ങൾ അതിൽ ഉദ്ധരിക്കുന്നുണ്ട്. അതിലിങ്ങനെ പറയുന്നത് കാണാം. ഹർബരി റളിയല്ലാഹു പറയാണ്, അല്ല നമ്മുടെ ഏതെങ്കിലും ആളുകൾ പറയുന്നത് നമുക്കതൊന്നും മെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇമാം ഹർബരി പറയുന്നത്, ഇമാം ബുഖാരിയുടെ ശിഷ്യനാട്ടോ, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നം കണ്ടു. അപ്പോൾ സ്വപ്നത്തിൽ ഞാൻ ഇങ്ങനെ പോവുകയാണ്. 2 സ്വപ്നങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഒരു സ്വപ്നം ഞാൻ ഇങ്ങനെ പോവുകയാണ്, അപ്പോൾ റസൂലുള്ളാഹിനെ കണ്ടു. അപ്പോൾ റസൂലുള്ളാഹി ചോദിച്ച്, പിന്നെ നീ എവിടേക്കാണ്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇമാം ബുഖാരിയുടെ സമീപത്തേക്കാണ്. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, നീ ബുഖാരിയോട് എൻ്റെ സലാം പറയണം എന്ന് നബി തങ്ങൾ എന്നോട് പറഞ്ഞു എന്ന് ഇമാം നബി പറഞ്ഞു കാണാം. 2ാമത്തെ സ്വപ്നം പറയുന്നത്, ഞാനിങ്ങനെ കണ്ടു, റസൂലുള്ളാഹി ഒരു വഴിക്ക് പോവുകയാണ്, ഇമാം ബുഖാരി പിന്നിൽ പോവുകയാണ്. അപ്പോൾ ഞാൻ ബുഖാരിയെ നിരീക്ഷിച്ചു. എങ്ങനെയാണ്? റസൂലുള്ളാഹി കാലെടുത്ത് വെച്ച സ്ഥലത്താണ് ഇമാം ബുഖാരി കാല് ചവിട്ടണത്. പിന്നെ റസൂലുള്ളാഹി അടുത്ത സ്റ്റെപ്പ് വെച്ചുമ്പോൾ പിറ്റത്തെ കാല് ആ സ്റ്റെപ്പിലാണ്. അങ്ങനെ റസൂലുള്ളാഹിന്റെ കാൽപാദങ്ങൾ ഇങ്ങനെ പിന്തുടർന്ന് പോകുന്നതായിട്ട് ഞാൻ കണ്ടു എന്ന് ഇമാം ഹർബരി റളിയല്ലാഹു വിശദീകരിച്ച് കാണാൻ കഴിയും. അപ്പോൾ ഞാൻ പറയും, ഇമാം ബുഖാരിയെ കുറിച്ച് നമുക്ക് അങ്ങനെ പറയാൻ സമയമില്ല. ജസ്റ്റ് ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇമാം ബുഖാരി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ്. അത്രയും വലിയ മഹാനായ പണ്ഡിതൻ ഉദ്ധരിച്ച ഹദീസാണ്. അല്ലാഹു തആല അവരുടെ ദർജ ഏറ്റിക്കൊടുക്കട്ടെ. അല്ലാഹു തആല അവരുടെ കൂടെ നല്ല അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ തൃപ്തിയിൽ അല്ലാഹു തആല നമ്മളാക്കട്ടെ. അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. حمدا يوافي نعمه ويكافي مزيدا. اللهم صل على سيدنا محمد وعلى ال سيدنا محمد